ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ഡ്രീം ലോൺ മല്ലു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇൻട്രോ പോലെ പറയാം. ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. ഇതിന് മുമ്പ് ഞാൻ ഡ്രീം ലോൺ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഒക്കെ റീച്ചൊക്കെ എത്തിയ ചാനലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അക്കൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ട് എന്നെ മിസ്സായിപ്പോയി. അതെന്തായാലും റിക്കവർ ചെയ്യാൻ ഞാൻ നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുതിയൊരു അക്കൗണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. അപ്പോൾ മെയിനായിട്ട് ഈ അക്കൗണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ടീം പ്രഡിക്ഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ടീം പ്രഡിക്ഷൻ ചാനൽ എന്നൊരുപരി ഇതിൽ ഡ്രീം ലോണുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫീച്ചേഴ്സ്, ഡ്രീം ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആർക്കും തന്നെ അറിയാത്ത കുറേ ടിപ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെങ്ങനെ അത് കളിച്ചു തുടങ്ങണം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻലി ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുക. ടീം പ്രഡിക്ഷൻ ഒട്ടും ഉണ്ടാകത്തില്ലെന്നല്ല, സെലക്റ്റഡ് മാച്ചുകൾ മാത്രമേ ഇപ്പോൾ ഞാൻ എന്തായാലും നോക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാച്ചുകൾ മാത്രമേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ടീം പ്രഡിക്ഷൻ മാത്രമാണ്, ടീം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടീം കിട്ടണമെന്നില്ല. മറിച്ച് നമുക്ക് ഡ്രീം ലോണിൽ ഇപ്പോഴും അറിയാത്ത കുറേ ഹൈഡൻ ആയിട്ടുള്ള ട്രിക്സ്, ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ജേഴ്സികൾ 10 രൂപക്ക് എന്ന് പറയുന്നത്, ഞാൻ അതിലോട്ട് വരാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറേ പേർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാർ തന്നെയാണ് കുറേ പേര്. അപ്പോൾ അങ്ങനത്തെ ടിപ്സും ട്രിക്സും അങ്ങനെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും മെയിൻലി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കും ഗ്രൂപ്പിലും ഇതിൽ വരുന്നതും അങ്ങനത്തെ വീഡിയോകളായിരിക്കും. ഓക്കെ, അപ്പോൾ അതാദ്യം പറയാം. പിന്നെ മെയിനായിട്ട് ടീം പ്രഡിക്ഷൻ നടത്താത്തത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മാച്ച് വൈസ് നടത്താനായിട്ടുള്ള ടൈം എനിക്ക് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ടീം പ്രഡിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അധികം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഡ്രീം ലോണിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഗെയിം കളിച്ച് ലോസ് ആവുക അല്ലെങ്കിൽ വിന്നാവുക എന്നതിലുപരി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ സാധനങ്ങളും, അതായത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡ്രീം ലോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തംബ്ലൈനിൽ നിങ്ങൾ കണ്ടു കാണും, ജേഴ്സിയും ക്യാപ്പിൻ്റെയൊക്കെ പടം കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഈ ഡ്രീം ലോണിലെ ഫാൻ കോഡ് ഷോപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്നത് 10, 15, 20 രൂപക്കൊക്കെ നമുക്കത് കിട്ടാൻ പോസിബിലിറ്റി മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺസ് കിട്ടും, ഡിസ്കൗണ്ട് കൂപ്പൺസ് കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് അത് മേടിക്കുന്നതെന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതുവരെ ഈ ട്രിക്സും കാര്യങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് ഡ്രീം ലോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാമിലെ ID ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. നോക്കട്ടെ, ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈം വരെ ടെലിഗ്രാം ഗ്രൂപ്പൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങാം. എന്നിട്ട് അതിൻ്റെ ലിങ്ക് തന്നെ ഗ്രൂപ്പിലോട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. നമുക്കിപ്പോൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഡ്രീം ലോൺ ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് തന്നെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തേതായിട്ട് നമുക്ക് റിവാർഡ് സെക്ഷൻ കാണാൻ പറ്റും. റിവാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം, നെറ്റ് ചെറിയ സ്ലോ ഉണ്ട്, ഓക്കെ വന്നിട്ടുണ്ട്. റിവാർഡ് സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ റിവാർഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കാണാം. ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണ്, ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മൈ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓഫേഴ്സ് കാണാം. നമുക്ക് ചാമ്പ്യൻസ് ആകുമ്പോഴത്തേക്ക്, ഓരോ ലെവൽ അപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഫാൻ കോഡ് തരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാം, ഫാൻ കോഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് 250 രൂപ ഓഫ്. അപ്പോൾ ഇവിടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും, എൻജോയ് എ ഫുൾ ഡിസ്കൗണ്ട് വർത്ത് 250 ഓൺ എ മിനിമം സ്പെൻഡ് ഓഫ് 260. അതായത് 260 രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, 260 അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 250 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എത്ര രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ കൂപ്പൺ ഞാൻ യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് മാത്രം. ഇതിൽ രണ്ടാമത്തെ കൂപ്പണാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. മറ്റേത് വെച്ച് ഞാൻ ഒരു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു ജേഴ്സി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വൗച്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കോഡുണ്ട്, K5 എന്ന് പറയുന്നതാണ് കോഡ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പച്ച ഐക്കണിൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റും. അത് കോപ്പി ബട്ടൺ നിൽക്കുക, എന്നിട്ട് താഴത്ത് തന്നെ റിഡീം നൗ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യാം. ത്തേക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. എൻ്റെ നെറ്റ് പ്രോബ്ലം ഉണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നെറ്റില്ലാന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. ഇത്ര ലാഗായത് കൊണ്ടാണ്, ഐ എം സോറി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, പേഴ്സണലൈസ് യുവർ ജേഴ്സി. നമുക്ക് നമ്മുടെ പേരും നമ്പറൊക്കെ അടിച്ച് ജേഴ്സിയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് 799 റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിനല്ല വന്നേക്കുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ എൻ്റെ ബാഗ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ അണ്ടർ 299 സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതൊന്ന് ലോഡായി വരാൻ താമസമുണ്ട്.
ഓക്കെ, അത് ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ റേറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. 299 എല്ലാത്തിൻ്റെ കീ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കപ്പ് ആദ്യം കിടക്കുന്ന കപ്പ് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. അതിപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം പറ്റിപ്പോയി. ഇത് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുള്ളത് വായിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഈ പടം കണ്ട് 2 കപ്പ് ഉണ്ടെന്ന് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഞാൻ ജേഴ്സിയുടെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫിൽറ്റർ ചെയ്താൽ നമ്മുടെ പ്രൈസ് റേഞ്ച് നമുക്ക് 250 രൂപ ഓഫ് കിട്ടണമെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 260 അടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും പ്രൊഡക്റ്റാണ് 260 റേഞ്ചിൽ വന്നേക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇന്ത്യയുടെ ജേഴ്സി ഒഴിച്ചിട്ട് ഇന്ത്യയുടെ അത്യാവശ്യം ഒരു നല്ല ജേഴ്സി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബാക്കി ശ്രീലങ്കയുടെ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശിൻ്റെ ജേഴ്സിയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. 260 രൂപയെന്നാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്പ് 260 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ കുറേ ടീഷർട്ടുകൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ക്യാപ്പ് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. 260 രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ വിലയായിട്ട് കാണിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബൈ നൗ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യം എൻ്റർ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ചെയ്തതുകൊണ്ട് നേരത്തെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാത്തത്. ജസ്റ്റ് ഡീറ്റെയിൽസൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും പ്രോബ്ലവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 260 രൂപയാണ് ഇതിന് ടോട്ടൽ എമൗണ്ട് ആവുന്നത്. നമുക്കിവിടെ കൂപ്പൺ ആൻഡ് ഓഫേഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, യു സേവ്ഡ് 250. നമുക്ക് 250 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ടോട്ടൽ ₹10 ആണ്. അതിൻ്റെ ഷിപ്പിംഗ് ഫീ വരുന്നത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഷിപ്പിംഗ്. അപ്പോൾ അതിന് എമൗണ്ട് ഇല്ല. ജസ്റ്റ് ഈ 10 രൂപ മാത്രമാണ് നമുക്കാവുന്നത്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. നമുക്ക് ഇതിന് ട്രസ്റ്റ് ഇല്ല, ഒരു താമസമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് കൊടുത്താൽ മതി. വേറെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രീം ഇലവൻ വിന്നിങ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രീം ഇലവൻ വിന്നിങ്സിൽ നിന്ന് തന്നെ നമുക്ക് ഇത് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 10 രൂപയാണ് ഈ ക്യാപ്പിനാവുന്നത്. നോർമലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു ക്യാപ്പ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 250 രൂപ 300 റേഞ്ചിലാണ് ക്യാപ്പിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ 2 പ്രൈവറ്റ് കോൺടെസ്റ്റ് 5 രൂപ കളിക്കുന്ന പൈസക്ക് നമുക്ക് ഈ ക്യാപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ജേഴ്സിയുടെ കാര്യങ്ങൾ നോക്കാം. ഞാൻ മെയിനായിട്ട് നെറ്റില്ലാത്ത സ്ഥലത്ത് വന്നിരിക്കുന്നതല്ല. ഇത് അപ്പുറത്ത് ഭയങ്കര സൗണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജേഴ്സികൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്ക് 14 ഇയർ വരെ ഉണ്ടായിരുന്നു. ഇത് 10 ഇയറേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതുകൊണ്ട് ഉപയോഗം ഉണ്ടാകത്തില്ല. നമുക്ക് വേറൊരു ടീഷർട്ട് നമുക്ക് 4.7 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ലാർജ് സൈസ്, എക്സൽ സൈസ് ഉണ്ട്. ബൈ നൗ കൊടുക്കാം. ഇതിന് 260 പറയുന്നത്. അപ്പോൾ ഇതുകൂടി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ക്യാപ്പിന് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ എന്നൊരു ഡൗട്ട് വേണ്ട. ഇപ്പോൾ ഇതുകൂടി ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇത് 270 രൂപ. ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ക്യാപ്പ് കൂടി ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ക്യാപ്പ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 260 രൂപക്ക് 250 രൂപ ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് നേരത്തെ ക്യാപ്പ് ചെയ്ത പോലെ തന്നെ 10 രൂപക്ക് നിങ്ങൾക്ക് ക്യാപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മെയിൻലി നിങ്ങൾക്ക് ഡ്രീം ലോൺ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് പേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ല, ഇത് അഥവാ കിട്ടാതെ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ക്യാഷ് ഓൺ ഡെലിവറി ടൈമിലുള്ള ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മെയിനായിട്ട് എന്ന് പറയുന്നത് ഇതാർക്കും അറിയില്ല. കുറേ പേര് തന്നെ ഇപ്പോൾ 4-5 വർഷമായിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ 10 രൂപക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ജേഴ്സിയും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ക്യാപ്പൊക്കെ കിട്ടുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് ആവശ്യമുണ്ട്? ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മലയാളി ഡ്രീം ലോൺ ഗ്രൂപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം. മാത്രമല്ല ഒരു 4-5 വർഷമായിട്ട് ഡ്രീം ലോൺ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടിയാണ് ഡ്രീം ലോണിനോട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങളുടെ ടീം പ്രൊഡക്ഷൻ മാത്രം നോക്കിയിട്ട് ഈ ഗ്രൂപ്പിലോട്ട് വരണ്ട. അത് മാത്രമായിരിക്കത്തില്ല. പക്ഷെ അതല്ലാതെ തന്നെ പുറത്തുനിന്നായിട്ടുള്ള വേറെ ഇങ്ങനത്തെ കുറേ ടിപ്സും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ മെയിൻലി ഞാൻ ഫ്രീ ആവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പതിയെ ടീം പ്രഡിക്ഷൻ വീഡിയോസ്, ക്രിക്കറ്റും ഫുട്ബോളും ഞാൻ നോക്കുന്നുള്ളൂ. മെയിനായിട്ട് അതെനിക്ക് അറിയുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. ഞാൻ ഫ്രീ ആണെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വോയിസ് ക്ലിയർ ആണോ എന്നൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈൽ വെച്ചിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ ഉണ്ടെങ്കിലൊക്കെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.